നമസ്കാരം. സമഗ്ര വാർത്തയിലേക്ക് വരുന്നതിന് മുൻപ് ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. രാജ്യത്തെ ഇന്ധനവിലയിൽ വീണ്ടും വർധന. പെട്രോളിന് ലിറ്ററിന് ₹2.61, ഡീസലിന് ₹2.71 കൂടി. 10 ദിവസത്തിനിടെ 4 തവണയായി കൂടിയത് ₹8. മോദി ജനങ്ങളുടെ പോക്കറ്റടിക്കുന്നുവെന്ന് രാഹുൽ ഗാന്ധി. വില വർധനവിൽ പൊറുതിമുട്ടിയെന്ന് ജനങ്ങൾ. കാരണം പെട്രോളിന് വില വർദ്ധിച്ച് ഓട്ടോ ചാർജ് വർദ്ധിപ്പിക്കണം. പെട്രോൾ വില വർധനവ് മാത്രമല്ല, മറ്റു നിത്യോപയോഗ സാധനത്തിൻ്റെ വിലകളൊക്കെ നമുക്ക് വെച്ചാൽ ഭയങ്കരമായിട്ട് ഞങ്ങൾക്കത് ബാധിക്കുന്ന പ്രശ്നമാണല്ലോ. അപ്പോൾ ജനങ്ങൾക്ക് എല്ലാവർക്കും ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ ഏത് സാധാരണക്കാരെടുത്താലും വിലക്കയറ്റവും മൊത്തത്തിൽ നമ്മളിപ്പോൾ ചാർജ് കൂട്ടുകയാണെങ്കിൽ വിലയും കൂടും, എല്ലാം കൂടും. ഈ ഓട്ടോ മേഖലയിലും അല്ലെങ്കിൽ ബസ് മേഖലയിലും മാത്രമാണ് ഇപ്പം നമുക്ക് ചാർജൊന്നും. അട്ടപ്പാടി മധു ആൾക്കൂട്ട കൊലപാതക കേസിൽ 12 പ്രതികൾക്ക് ജീവപര്യന്തം. വിചാരണ കോടതി വിധിച്ച 7 വർഷം തടവ് ശിക്ഷ ഹൈക്കോടതി വർദ്ധിപ്പിച്ചു. മധുവിന്റെ അമ്മയ്ക്ക് 30 ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകണം. തെളിവുകളുടെ അഭാവത്തിൽ 1-ാം പ്രതി മേച്ചേരി ഹുസൈൻ ഉൾപ്പെടെ 3 പേരെ വെറുതെ വിട്ടു. ഹുസൈനെ വെറുതെ വിട്ടതിൽ നിയമ പോരാട്ടം തുടരുമെന്ന് മധുവിന്റെ കുടുംബം. മലയിടം തുരുത്തിലെ കുടിയൊഴിപ്പിക്കലിന് സർക്കാരിന് സാവകാശം നൽകി ഹൈക്കോടതി. 2 ആഴ്ചയ്ക്കകം സുപ്രീം കോടതി വിധി നടപ്പിലാക്കാൻ നിർദ്ദേശം. ഉത്തരവ് നടപ്പിലാക്കിയാൽ 8 കുടുംബങ്ങളെയും പുനരധിവസിപ്പിക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. സമരം ഏറ്റെടുത്ത് CPM. മലയിടം തുരുത്തിൽ പോലീസ് ശ്രമിച്ചത് മുത്തങ്ങയുടെ മിനി പതിപ്പിനെന്ന് MV ഗോവിന്ദൻ. രത്തൻ ഖേൽക്കറുടെ നിയമന വിവാദത്തിൽ മറുപടി നൽകി മുഖ്യമന്ത്രി. രത്തൻ ഖേൽക്കർ നല്ല ട്രാക്ക് റെക്കോർഡുള്ള ഉദ്യോഗസ്ഥനെന്നും നിയമനത്തിൽ എന്ത് അപാകതയെന്നും മുഖ്യമന്ത്രി. IAS ഉദ്യോഗസ്ഥരുടെ നിയമനത്തിൽ നടന്നത് താൽക്കാലിക മാറ്റം മാത്രം. ഗുരുവായൂർ ദർശനത്തിനിടെ ആരെയും തടഞ്ഞിട്ടില്ലെന്നും 1000 രൂപ ടിക്കറ്റ് എടുത്താണ് ദർശനം നടത്തിയതെന്നും വി ഡി സതീശൻ. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയിൽ രൂക്ഷ വിമർശനവുമായി സുപ്രീം കോടതി. വീഴ്ചയിൽ നിന്നും പാഠം പഠിച്ചില്ലെന്ന് ജസ്റ്റിസ് നരസിംഹ. NDAയോട് വിശദീകരണം തേടി. കേസ് വെള്ളിയാഴ്ച വീണ്ടും പരിഗണിക്കും. CBSE +2 പുനർമൂല്യനിർണ്ണയത്തിന്റെ ഉത്തരക്കടലാസിന്റെ പകർപ്പിനായി ഇന്ന് രാത്രി വരെ അപേക്ഷിക്കാം. ഫിഫ ലോകകപ്പിന് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ ലയണൽ മെസ്സിക്ക് പരിക്ക്. ആശങ്കയോടെ ആരാധകർ. IPL പ്ലേ ഓഫ് മത്സരങ്ങൾക്ക് നാളെ ധരംശാലയിൽ തുടക്കം. വാർത്തകൾ വിശദമായി നോക്കാം. രാജ്യത്തെ ഇന്ധന വിലയിൽ വീണ്ടും വർധനവ്. പെട്രോൾ ലിറ്ററിന് ₹2.61, ഡീസലിന് ₹2.71 വർദ്ധിപ്പിച്ചു. കഴിഞ്ഞ 2 ആഴ്ചക്കിടെ ഇത് 4ാമത്തെ തവണയാണ് ഇന്ധനവില വർദ്ധിക്കുന്നത്. അതേസമയം രാജ്യത്ത് നിലവിൽ ഊർജ്ജ പ്രതിസന്ധിയില്ലെന്ന് കേന്ദ്ര സർക്കാർ അറിയിച്ചു. 2 ആഴ്ചക്കിടെ ഇത് 4ാമത്തെ തവണയാണ് രാജ്യത്ത് ഇന്ധനവില വർദ്ധിപ്പിച്ചത്. പെട്രോൾ ലിറ്ററിന് ₹2.61, ഡീസലിന് ₹2.71 കൂട്ടി. ഇതോടെ ഡൽഹിയിൽ ഡീസലിന് 95.20 രൂപയും പെട്രോളിന് 102.12 രൂപയുമായി. കേരളത്തിൽ പെട്രോളിന്റെ വില 115 കടന്നു. ലിറ്ററിന് 8 രൂപ വരെ ക്രമേണയുള്ള വർധനവ് തുടരുമെന്നാണ് റിപ്പോർട്ട്. ഇന്ധനവില വർദ്ധിക്കുന്നതോടെ നിത്യോപയോഗ സാധനങ്ങൾക്കും വില വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. പശ്ചിമേഷ്യൻ മേഖലയിലെ സംഘർഷത്തെ തുടർന്നുള്ള ഊർജ്ജ പ്രതിസന്ധിയാണ് രാജ്യത്ത് ഇന്ധന വില വർധനവിന് കാരണം. വിപണിയിൽ വില വർദ്ധിപ്പിച്ചില്ലെങ്കിൽ വൻ സാമ്പത്തിക നഷ്ടം സംഭവിക്കുന്നതായി എണ്ണക്കമ്പനികൾ തുടർച്ചയായി കേന്ദ്ര സർക്കാരിന് റിപ്പോർട്ട് നൽകിയിരുന്നു. അതേസമയം നിലവിൽ രാജ്യത്ത് ഊർജ്ജ പ്രതിസന്ധിയില്ലെന്നും അടുത്ത 60 ദിവസത്തേക്കുള്ള സ്റ്റോക്ക് ഉണ്ടെന്നുമാണ് പെട്രോളിയം മന്ത്രാലയം വ്യക്തമാക്കിയത്. പശ്ചിമേഷ്യൻ മേഖലയിലെ യുദ്ധം അവസാനിക്കുന്നതുവരെ ഇന്ധന ഉപയോഗം പരമാവധി കുറയ്ക്കാൻ നേരത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആഹ്വാനം ചെയ്തിരുന്നു. അമൃത ന്യൂസ്, ന്യൂഡൽഹി. അടിക്കടി കൂടുന്ന ഇന്ധന വിലയിൽ നട്ടം തിരിയുകയാണ് സാധാരണക്കാർ. ജനങ്ങളുടെ പ്രതികരണത്തിലേക്ക്. ചേട്ടാ, പെട്രോൾ ഡീസൽ വില ഇന്നും കൂടിയിട്ടുണ്ട്. ബാധിച്ചിട്ടുണ്ടോ? ഞങ്ങൾക്ക് ശരിക്കും ബാധിക്കുമല്ലോ. ഞങ്ങൾക്ക് എന്തായാലും ബാധിക്കും. 2 രൂപേൻ്റെ മാത്രമല്ല, ഞങ്ങളുടെ പ്രശ്നം നോക്കുകയാണെങ്കിൽ എല്ലാവരും പറയുന്നതാ, കാരണം പെട്രോളിന് വില വർദ്ധിച്ച് ഓട്ടോ ചാർജ് വർദ്ധിപ്പിക്കണം. പെട്രോൾ വില വർധനവ് മാത്രമല്ല, മറ്റു നിത്യോപയോഗ സാധനത്തിൻ്റെ വിലകളൊക്കെ നമുക്ക് വെച്ചാൽ ഭയങ്കരമായിട്ട് ഞങ്ങൾക്കത് ബാധിക്കുന്ന പ്രശ്നമാണല്ലോ. പെട്രോൾ വില വർധനവ് മാത്രമല്ല, ബാക്കിയുള്ളതും കൂടി നോക്കുകയാണെങ്കിൽ ഞങ്ങൾക്ക് ജീവിക്കാൻ പറ്റാത്ത സ്ഥിതിയാണ്. അപ്പോൾ ജനങ്ങൾക്ക് എല്ലാവർക്കും ബുദ്ധിമുട്ടാണ്.
ഇപ്പോൾ ഏത് സാധാരണക്കാരെടുത്താലും വിലക്കയറ്റവും മൊത്തത്തിൽ നമ്മളിപ്പോൾ ചാർജ് കൂട്ടുകയാണെങ്കിൽ വിലയും കൂടും എല്ലാം കൂടും. ഈ ഓട്ടോ മേഖലയിലും അല്ലെങ്കിൽ ബസ് മേഖലയിലും മാത്രമാണ് ഇപ്പം നമുക്ക് ചാർജൊന്നും വർദ്ധിക്കാത്തത് ഇത്ര കാലത്തിന് ശേഷം. വലിയ ബുദ്ധിമുട്ട് തന്നെയാണ്, വലിയ പ്രശ്നം തന്നെയാണ്. ഒരു ഹോട്ടലിൽ കയറിയാൽ ചായക്ക് പല റേറ്റാണ്, 15, 18, 20 എന്നൊക്കെ പറഞ്ഞിട്ട്. എന്തായാലും ഇന്ധനവില എന്ന് പറഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചില്ലറ പൈസ ആയിട്ട് കൂടുമ്പം അവർക്കൊരു പ്രശ്നമില്ല, ആളറിയില്ലോ ചില്ലറ പൈസ കൂടുമ്പോൾ. എന്തായാലും വലിയ പ്രശ്നം തന്നെയാണ്. കേന്ദ്ര സർക്കാർ ഇതൊന്ന് ശ്രദ്ധിക്കുന്ന പോലുമില്ല. നന്നായി ബാധിക്കുന്നുണ്ട്. ഇപ്പം പറയുമ്പോൾ എന്താ പറയുക, ഒരു 50 പൈസ അല്ലേ 2 രൂപ അല്ലേ എന്നാണ് പറയുക. അപ്പം മൊത്തത്തിൽ നമ്മൾ ദിവസം അടിക്കുമ്പോൾ നല്ലൊരു വ്യത്യാസം വരുന്നുണ്ട്. ജനങ്ങൾ ഒരറ്റം തൊട്ടിട്ട് മററ്റം മൂട്ടിക്കാൻ വേണ്ടി പെടാപ്പാട് പേടാണ്. അപ്പം ഇന്ധന വില മാത്രമല്ല, പൊതുവെ ഇപ്പോൾ പാലിനും എല്ലാത്തിനും ഇപ്പോൾ വില വർദ്ധിക്കാനുള്ള കാരണം എന്താ വെച്ചാൽ യുദ്ധത്തിൻ്റെ മെയിൻ കാരണമാണെന്ന് എൻ്റെ അഭിപ്രായത്തിൽ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ എന്തെങ്കിലും ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇപ്പോൾ ഗ്യാസ് എന്ന് പറഞ്ഞാൽ പ്രൈവറ്റാണ്, അതിനിപ്പോൾ 2900 12 കിലോന് അങ്ങനെ എന്താ വിൽക്കുന്നത്. അതൊന്നും വാങ്ങാനുള്ള വകുപ്പില്ല ഇപ്പം നമുക്ക്. ഏത് മേഖലയിലും ഇപ്പം ഈ കെട്ടിട നിർമ്മാണത്തിൻ്റെ ഇതൊക്കെ ഉണ്ടല്ലോ, സിമെൻറ്റ് അതുപോലുള്ള കാര്യങ്ങളൊക്കെ, അങ്ങനെയുള്ള ഷോപ്പുകളൊക്കെ പൂട്ടിയിട്ടിരിക്കുക. പിന്നെ അതുപോലുള്ള വർക്കുകളും നടക്കില്ല. പിന്നെ ഈ മെഡിസിൻസ്, അതുപോലെ ജനങ്ങൾക്ക് ആവശ്യമുള്ള മറ്റെല്ലാ സാധനങ്ങളെയും അതിനെ പ്രോആക്റ്റീവായിട്ട് ബാധിക്കുന്നുണ്ട്, അതുകൊണ്ട് ഇരിക്കുന്നുണ്ട്. അതാണ് ജീവിത നിലവാരം ബുദ്ധിമുട്ടാണെങ്കിൽ സാധനത്തിൻ്റെ വില കൂടും. ഇനി എന്തൊക്കെയാ സ്ഥിതി എന്ന് ആർക്കറിയാം. ഏറ്റവും നല്ല ഇലക്ട്രിക് വണ്ടി എടുക്കുന്നതാണ്. നടക്കില്ല. കേരള മനസാക്ഷിയെ ഞെട്ടിച്ച അട്ടപ്പാടി മധു വധക്കേസിൽ ഹൈക്കോടതിയുടെ നിർണായക വിധി. കുറ്റക്കാരെന്ന് കണ്ടെത്തിയ 12 പ്രതികൾക്ക് കോടതി ജീവപര്യന്തം തടവ് ശിക്ഷ വിധിച്ചു. കേസിൽ 1-ാം പ്രതിയായ ഹുസൈനെ മതിയായ തെളിവുകളുടെ അഭാവത്തിൽ ഹൈക്കോടതി വെറുതെ വിട്ടു. അട്ടപ്പാടി മുക്കാലിയിൽ ആൾക്കൂട്ടമർദ്ദനമേറ്റ് മധു എന്ന യുവാവ് കൊല്ലപ്പെട്ട കേസിൽ 12 പ്രതികൾക്ക് വിചാരണ കോടതി നൽകിയ ശിക്ഷ ഹൈക്കോടതി ജീവപര്യന്തമാക്കി ഉയർത്തി. 2 ലക്ഷം രൂപ പിഴയും ചുമത്തിയിട്ടുണ്ട്. പ്രതികൾക്കുമേൽ പട്ടികജാതി പട്ടികവർഗ പീഡന നിരോധന നിയമത്തിലെ കുറ്റം കൂടി ചുമത്തിയാണ് ശിക്ഷ ഉയർത്തിയത്. 16-ാം പ്രതി മുനീറിന് 1 വർഷം തടവ് നൽകിയിട്ടുണ്ട്. 7 വർഷം കഠിന തടവും 1 ലക്ഷം രൂപയുമാണ് നേരത്തെ വിചാരണ കോടതി പ്രതികൾക്ക് വിധിച്ചിരുന്നത്. 16-ാം പ്രതി മുനീറിന് 3 മാസം തടവ് മാത്രമേ വിധിച്ചിരുന്നുള്ളൂ. 1-ാം പ്രതി മേച്ചേരിൽ ഹുസൈനെ ഹൈക്കോടതി വെറുതെ വിട്ടു. മതിയായ തെളിവുകൾ ഹാജരാക്കാൻ പ്രോസിക്യൂഷൻ സാധിച്ചിട്ടില്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് 1-ാം പ്രതി ഹുസൈനെ കോടതി വെറുതെ വിട്ടത്. 1-ാം പ്രതിയെ വെറുതെ വിട്ട ഹൈക്കോടതിയുടെ നടപടി തെറ്റായ സന്ദേശം നൽകുമെന്ന് മധുവിന്റെ കുടുംബത്തിനു വേണ്ടി ഹാജരായ അഭിഭാഷകൻ പറഞ്ഞു. എന്നാൽ വിധി ആശ്വാസകരമെന്ന് പ്രോസിക്യൂഷൻ പ്രതികരിച്ചു. ഇത് പ്രോസിക്യൂഷന്റെ വിജയമാണ്. ട്രയൽ ജഡ്ജ് 7 ഇയർ മാത്രം ഇംപ്രിസൺമെൻറ്റ് കൊടുത്ത കേസിൽ 304 പാർട്ട് 2 ഇവിടെ അത് 304 പാർട്ട് 2 കൺവിക്റ്റ് ചെയ്യുകയും റെഡ് വിത്ത് 325 SC/ST ആക്ട് സ്പെഷ്യൽ സ്റ്റാറ്റ്യൂട്ടിൻ്റെ പരിധിയിലേക്ക് കൊണ്ടുവരികയും ചെയ്തു. ഇതിൽ നിർണായകമായത് എല്ലാ വിറ്റ്നസസും ഇതിൻ്റെ അകത്ത് ഹോസ്റ്റലായി പോവുകയാണ് ചെയ്തത്. ഒരു തരത്തിൽ പറഞ്ഞാൽ ഇതൊരു മികച്ച സന്ദേശമാണ്. 1-ാം പ്രതിയെ വെറുതെ വിടുമ്പോൾ ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഈ സമൂഹത്തിന് മോശപ്പെട്ട ഒരു സന്ദേശമാണ് കൊടുത്തിട്ടുള്ളത്. എന്നാൽ 12 പേർക്ക് 3 ജീവപര്യന്തം കൊടുത്തത് വഴി മറ്റൊരു സന്ദേശം കൂടി ഈ സമൂഹത്തിന് കൊടുത്തിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ഹൈക്കോടതിക്കറിയാം 1-ാം പ്രതി ചവിട്ടിയിട്ടുണ്ടെന്ന്, അദ്ദേഹത്തിൻ്റെ ഈ പ്രതിയുടെ വക്കീലിനറിയാം ചവിട്ടിയിട്ടുണ്ടെന്ന്, നമ്മൾ കാണുന്ന എല്ലാവർക്കും അറിയാം ചവിട്ടിയിട്ടുണ്ട്, പക്ഷേ ആർക്കും കാണാൻ പറ്റില്ല. കേസിലെ മറ്റു പ്രതികളായ മരക്കാർ, ഷംസുദ്ദീൻ, രാധാകൃഷ്ണൻ, അബൂബക്കർ, സിദ്ദിഖ്, ഉബൈദ്, നജീബ്, ജൈജുമോൻ, സജീവ്, സതീഷ്, ഹരീഷ്, ബിജു എന്നിവരെയാണ് ജീവപര്യന്തം തടവിന് ഹൈക്കോടതി ശിക്ഷിച്ചിരിക്കുന്നത്. 4-ാം പ്രതിയെയും 11-ാം പ്രതിയെയും വെറുതെ വിട്ട വിചാരണ കോടതിയുടെ വിധി ഹൈക്കോടതി ശരിവച്ചിട്ടുണ്ട്. ജസ്റ്റിസുമാരായ രാജ, വിജയരാഘവൻ, KV ജയകുമാർ എന്നിവരുടെ ഡിവിഷൻ ബെഞ്ചാണ് വിധി പ്രസ്താവിച്ചത്. മധുവിന്റെ കുടുംബവും പ്രതികളും നൽകിയ അപ്പീൽ കോടതിയുടെ പരിഗണനയ്ക്ക് വന്നിരുന്നു. അമൃത ന്യൂസ്, കൊച്ചി. മധുവിന് നീതി ലഭിക്കാനൊപ്പം നിന്ന കേരള സമൂഹത്തിന് നന്ദിയെന്ന് മധുവിന്റെ അമ്മ മല്ലിയും സഹോദരിയും സരസുവും പറഞ്ഞു. പ്രതികൾക്ക് ജീവപര്യന്തം ഉൾപ്പെടെയുള്ള പരമാവധി ശിക്ഷ നൽകണമെന്നാവശ്യപ്പെട്ട് സർക്കാരും മധുവിന്റെ കുടുംബവും നൽകിയ ഹർജികളാണ് ഹൈക്കോടതി പ്രധാനമായും പരിഗണിച്ചത്. വിധി പറയുന്ന സാഹചര്യത്തിൽ മധുവിന്റെ അമ്മയ്ക്കും സഹോദരിക്കും പോലീസ് പ്രത്യേക സംരക്ഷണം ഏർപ്പെടുത്തിയിരുന്നു. ലോക ജനങ്ങൾ ഇങ്ങനെ എന്നെ സഹായിച്ചു, അതുകൊണ്ടാണ് അങ്ങനെ ഇത്ര ആയത്. എല്ലാത്തിനും ഒറ്റയ്ക്ക് എന്നുകൊണ്ട് സാധിക്കില്ല. എല്ലാ സാറുമാർ പോലും എല്ലാവരും സഹായം ഉണ്ടായിരുന്നു. സർക്കാർ സഹായിച്ചിട്ടുണ്ട്. എല്ലാവരും സഹായിച്ചിട്ടുണ്ട്. എല്ലാവരും 2018 ഫെബ്രുവരി 22-നാണ് മുക്കാലിയിൽ വെച്ച് മാനസിക വെല്ലുവിളി നേരിട്ടിരുന്ന മധുവിനെ
ഒരു സംഘം മോഷണക്കുറ്റം ആരോപിച്ച് കൈകൾ ബന്ധിച്ച് അതിക്രൂരമായി മർദ്ദിച്ച് അവശനാക്കിയത്. പിന്നീട് അവർ അഗളി പോലീസിന് മധുവിനെ കൈമാറി. പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവരുന്ന വഴിയിൽ മധു മരണമടഞ്ഞു. കൊല്ലപ്പെടുമ്പോൾ 27 വയസ്സായിരുന്നു മധുവിന്റെ പ്രായം. മർദ്ദനത്തിനിടെ എടുത്ത ചിത്രങ്ങളും വീഡിയോകളും സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചതോടെ സംസ്ഥാനത്ത് വലിയ പ്രതിഷേധമുയർന്നു. വിചാരണ കോടതി കുറ്റക്കാരെന്ന് കണ്ടെത്തിയ 14 പ്രതികളിൽ 13 പേർക്കും 7 വർഷം കഠിനാടകവും 1 ലക്ഷം രൂപ പിഴയുമായിരുന്നു ശിക്ഷ. ഈ ശിക്ഷ പര്യാപ്തമല്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് കുടുംബം ഹൈക്കോടതിയെ സമീപിച്ചത്. എൻ്റെ മധു എത്രത്തോളം വേദന അനുഭവിച്ചു എല്ലാം നമ്മുടെ ഈ കേരള സമൂഹം കണ്ടതാണ്. ഇപ്പോൾ 1-ാം പ്രതിയെ വെറുതെ വിട്ടു എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ സമൂഹം മൊത്തം അതിനെതിരെ പറയാൻ തുടങ്ങി. ഞാൻ എല്ലാവരുടെയും കമൻസൊക്കെ ഞാൻ കണ്ടിരുന്നു. അപ്പോൾ ഇതെല്ലാം കണ്ടപ്പോൾ നമ്മുടെ കേരളത്തിൽ നടക്കാൻ പാടില്ലാത്ത ഒരു സംഭവമാണ് നമ്മുടെ കേരളത്തിൽ നടന്നിട്ടുള്ളത്. ഇത് നടക്കാതിരിക്കണമെങ്കിൽ ഇതിന് തക്കതായ ശിക്ഷ തന്നെയാണ് ബഹുമാനപ്പെട്ട കോടതി കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ ഈ 12 പേർക്ക് ജീവപര്യന്തം കൊടുത്തു എന്നതിന് എനിക്ക് വളരെ ആശ്വാസം തന്നെയാണ്. അതുപോലെ എൻ്റെ വക്കീലന്മാരുണ്ട്. ഒരുപാട് നമ്മുടെ ബന്ധുക്കൾ പോലും നമ്മുടെ ഈ കേസിൽ കൂറുമാറുകയുണ്ടായി. അതിന് എനിക്ക് വളരെ വിഷമം തന്നെ ഉണ്ടായിരുന്നു. ഇനിയിപ്പം ആർക്കും നമ്മുടെ ഈ കേരളത്തിൽ ആർക്കും ഇങ്ങനെ ചെയ്യാൻ സാധിക്കാതിരിക്കട്ടെ. 2022 ഏപ്രിൽ 28-ന് വിചാരണ തുടങ്ങിയത് മുതൽ സാക്ഷികൾ കൂറുമാറിയത് കേസിൽ വലിയ വിവാദങ്ങൾക്ക് വഴിവെച്ചിരുന്നു. 103 സാക്ഷികളെയാണ് പ്രോസിക്യൂഷൻ വിസ്തരിച്ചത്. മജിസ്ട്രേറ്റിന് മുമ്പിൽ രഹസ്യമൊഴി നൽകിയവർ വരെ പിന്നീട് കോടതിയിൽ കൂറുമാറി. ധാരാളം പ്രതികൂല സാഹചര്യങ്ങളെ അതിജീവിച്ചാണ് കുടുംബം നിയമപോരാട്ടം നടത്തി ഹൈക്കോടതിയിൽ നിന്ന് അനുകൂല വിധി നേടിയെടുത്തത്. അമൃത ന്യൂസ്, കൊച്ചി. എറണാകുളം മലയിടം തുരുത്തിലെ കുടിയൊഴിപ്പിക്കൽ പ്രശ്നം പരിഹരിക്കാൻ സർക്കാരിന് 2 ആഴ്ച സാവകാശം അനുവദിച്ച് ഹൈക്കോടതി. കുടിയൊഴിപ്പിക്കണമെന്ന വിധി നടപ്പിലാക്കുകയല്ലാതെ സർക്കാരിന് മറ്റു മാർഗമില്ലെന്നും ഹൈക്കോടതി വ്യക്തമാക്കി. വിധി നടപ്പിലാക്കാൻ 2 ആഴ്ച സമയം അനുവദിച്ച സാഹചര്യത്തിൽ സമരം താൽക്കാലികമായി നിർത്തിവെക്കുന്നതായി സമരസമിതി അറിയിച്ചു. കുടുംബങ്ങളെ ഇവിടെ നിന്നും മാറ്റിപ്പാർപ്പിക്കാൻ അനുവദിക്കില്ലെന്നും സമരസമിതി ഭാരവാഹികൾ പറഞ്ഞു. മലയിടം തുരുത്ത് പാര്യത്തുകാവിലെ കുടിയൊഴിപ്പിക്കലിലെ ബുദ്ധിമുട്ട് ചൂണ്ടിക്കാട്ടി എറണാകുളം റൂറൽ എസ് പി നൽകിയ ഹർജിയിലാണ് ഹൈക്കോടതിയുടെ നിരീക്ഷണങ്ങൾ. 8 കുടുംബങ്ങളെ കുടിയൊഴിപ്പിക്കണമെന്ന വിധി നടപ്പാക്കുകയല്ലാതെ സർക്കാരിന് മറ്റു മാർഗമില്ലെന്ന് ഹൈക്കോടതി പറഞ്ഞു. വിഷയത്തിൽ 2 ആഴ്ചത്തെ സാവകാശം ആവശ്യപ്പെടുകയും ചെയ്തു. കോടതി 2 ആഴ്ചത്തെ സാവകാശം മറ്റു നടപടികൾക്ക് എടുക്കുന്നതിന് നൽകിയിട്ടുണ്ട്. ഈ 2 ആഴ്ചക്കകം ഭരണകൂടം അവിടെ താമസിക്കുന്ന 7 കുടുംബങ്ങൾക്ക് അനുകൂലമായ ആ കുടുംബങ്ങളെ രക്ഷപ്പെടുത്തുന്ന തരത്തിലുള്ള ഏത് തീരുമാനവും എടുക്കാൻ ഏതറ്റവും വരെ പോകും എന്നാണ് ഉറപ്പ് നൽകിയിരിക്കുന്നത്. ഗവൺമെന്റ് അപ്രകാരം പ്രവർത്തിക്കുമെന്നുള്ള ഉറപ്പ് ഞങ്ങൾക്കുമുണ്ട്. കുടിയൊഴിപ്പിക്കലിൽ സാങ്കേതികത പറയാതെ കോടതി വിധിയെ സർക്കാർ അനുസരിക്കുകയാണ് വേണ്ടത്. കോടതി വിധി സംരക്ഷിക്കാൻ സർക്കാരിന് ബാധ്യതയുണ്ട്. തർക്കഭൂമിയിൽ താമസിക്കുന്നവർക്ക് നിയമപരമായ അവകാശമുണ്ടാകണം. ഭൂമിയുടെ അവകാശം സ്ഥാപിച്ചെടുക്കാൻ താമസക്കാർ നിയമവഴി തേടിയിട്ടില്ലെന്നും കോടതിയെ സമീപിക്കാത്തിടത്തോളം കുടിയൊഴിപ്പിക്കുന്നത് തടയാനാവില്ലെന്നും ജസ്റ്റിസ് TR രവി നിരീക്ഷിച്ചു. അതേസമയം പുതിയ സർക്കാർ അധികാരത്തിൽ വന്ന് മണിക്കൂറുകൾക്കുള്ളിൽ പാവപ്പെട്ട ജനങ്ങൾക്ക് നേരെ മുത്തങ്ങയുടെ മിനിപ്പതിപ്പാണ് നടന്നതെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ കുറ്റപ്പെടുത്തി. പാര്യത്തുകാവിലെ ജനങ്ങളെ അവിടെ നിന്നും മാറ്റിപ്പാർപ്പിക്കാൻ അനുവദിക്കില്ലെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. UDF അധികാരത്തിൽ വന്നിട്ട് ദിവസങ്ങൾ കഴിഞ്ഞ 3-ാമത്തെ ദിവസമാണല്ലോ ഇവിടെ മുത്തങ്ങയുടെ പുതിയ സാമ്പിൾ, ഒരു കുട്ടി രൂപം മുത്തങ്ങയിൽ ഞാനുണ്ടായി നേരത്തെ പറഞ്ഞല്ലോ. എല്ലാവരെയും അടിച്ച് അതിശക്തിയായ കടന്നാക്രമണത്തിന് വിധേയപ്പെടുത്തിയ ആ സന്ദർഭം, ആ രീതി, അതിലൊരു മിനി പതിപ്പ് ഇവിടെ കൊണ്ടുവരാനാണ് പോലീസ് ശ്രമിച്ചത്. ശാഖമത്തായ രീതിയിലുള്ള ചെറുത്തുനിൽപ്പ് വന്നപ്പോഴാണ് അവർക്ക് ഇവിടെ നിന്ന് തിരിച്ചു പോകേണ്ടി വന്നത്. അപ്പോൾ കോൺഗ്രസ്സുകാർ പറയുന്നത് ഞങ്ങൾ തിരിച്ചു വിളിച്ചു. നിങ്ങൾ ആര് തിരിച്ചു വിളിച്ചു എന്നാ? നിങ്ങൾ തിരിച്ചു വിളിച്ചാലും തിരിച്ചു വിളിച്ചില്ലെങ്കിലും ഈ പോരാട്ട ഭൂമിയിൽ നിന്ന് ഈ പാവപ്പെട്ട മനുഷ്യരോടൊപ്പം ഞങ്ങളെല്ലാം ഉറച്ചു നിന്ന് അതിനെ പ്രതിരോധിക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. വിധി നടപ്പാക്കാൻ 2 ആഴ്ച സമയം അനുവദിച്ച സാഹചര്യത്തിൽ സമരം താൽക്കാലികമായി നിർത്തിവെക്കുന്നതായി സമരസമിതി അറിയിച്ചു. വിഷയത്തിൽ സർക്കാർ ഇടപെടലിൽ പ്രതീക്ഷയുണ്ടെന്നും സമരസമിതി പ്രതികരിച്ചു. 2 ആഴ്ചക്കാലത്തേക്ക് ഇങ്ങോട്ട് വരില്ലെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, അത് തൽക്കാലം സ്വാഗതം ചെയ്യുന്നു. പക്ഷേ സമരവുമായി ഞങ്ങൾ മുന്നോട്ട് പോകുമെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഈ സമരത്തിൽ ഇവിടുത്തെ താമസിക്കുന്ന നിവാസികൾ, കുടുംബാംഗങ്ങൾ, അവരുടെ ഡിമാൻഡ് ഞങ്ങളെ പുറത്തെടുത്ത് വിടാൻ കഴിയില്ലെന്ന്, മരിച്ചാലും ശരി ഞങ്ങൾ ഇവിടുന്ന് പോകില്ലെന്നുള്ളു. ആ ഡിമാൻഡിനെ അല്ലെങ്കിൽ ആ ആവശ്യത്തെ ഞങ്ങൾ അംഗീകരിക്കുക. അപ്പോൾ അങ്ങനെ വേണ്ടി വരുമ്പോൾ കോടതി 2 ആഴ്ച കഴിഞ്ഞാൽ വീണ്ടും വരുമെങ്കിൽ ആ സമരത്തെ കുടിയേറക്കലിനെ പ്രതിരോധിക്കാൻ ആവശ്യമായ പ്രവർത്തനങ്ങൾ ഞങ്ങൾ സംഘടിപ്പിക്കും. അമൃത ന്യൂസ്, കൊച്ചി. എറണാകുളം മലയിടം തുരുത്ത് നിവാസികൾ വഴിയാധാരമാകില്ലെന്ന് സർക്കാർ. ഹൈക്കോടതി ഉത്തരവ് നടപ്പിലാക്കിയാൽ 8 കുടുംബങ്ങൾക്ക് പകരം വീടും സ്ഥലവും നൽകി പുനരധിവസിപ്പിക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി
വി ഡി സതീശൻ പറഞ്ഞു. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് 14 തവണ കുടുംബങ്ങളെ ഒഴിപ്പിക്കാൻ നോട്ടീസ് പോയിട്ടും ചെറുവിരൽ പോലും അനക്കാതിരുന്ന മന്ത്രിമാരാണ് ഇപ്പോൾ സമരം നടത്തുന്നതെന്നും മുഖ്യമന്ത്രി പരിഹസിച്ചു. കഴിഞ്ഞ ഗവൺമെൻറ് ഇരുന്ന സമയത്ത് 14 പ്രാവശ്യം കോടതി ഉത്തരവനുസരിച്ചിട്ട് ഇവരെ ഒഴിപ്പിക്കാൻ വേണ്ടി പോയിട്ടുണ്ട്. ആ ഗവൺമെൻറ് ഒരു ചെറുവിരൽ ഈ വിഷയം തീർക്കാൻ വേണ്ടി എടുത്തിട്ടില്ല. ഞങ്ങളെന്താ ചെയ്തത്? അടിയന്തരമായി എറണാകുളം ജില്ലയിൽ നിന്നുള്ള മന്ത്രി, ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി റോജി എം ജോണിനെ കൊണ്ട് മീറ്റിംഗ് വിളിപ്പിച്ചു. ഞങ്ങൾ പരിശോധിച്ച് എന്ത് ചെയ്യാൻ പറ്റുമെന്ന്. ഞങ്ങളുടെ തീരുമാനം എന്താണെന്നറിയോ? കോടതി ഉത്തരവ് നടപ്പാക്കിയാൽ ആ 8 കുടുംബങ്ങൾ വഴിയാധാരമാകില്ല. അതാണ് തീരുമാനം. അതിലവരോട് ഞങ്ങളൊരു പ്രപ്പോസൽ വെച്ചു. അവർക്ക് കോടതി ഉത്തരവല്ലേ നടപ്പാക്കിയാൽ നിങ്ങൾക്ക് പകരം സ്ഥലവും പകരം വീടും തന്ന് അവരെ ഞങ്ങൾ പുനരധിവസിപ്പിക്കും. അവരെ തെരുവിലേക്ക് വിടില്ല. ഇങ്ങനൊരു തീരുമാനം കഴിഞ്ഞ ഗവൺമെൻറ് എടുത്തിട്ടുണ്ടോ? ഞാൻ അത്ഭുതപ്പെട്ടു പോയി. അവിടെ പോയി മന്ത്രിമാർ, പഴയ ഗവൺമെൻറ്റിലെ മന്ത്രിമാർ അവിടെ ഇരിക്കുക. ആ ജില്ലയിൽ നിന്നുള്ള മന്ത്രിയായിരുന്നു, വ്യവസായ മന്ത്രി. അദ്ദേഹമാണ് ആദ്യം അവിടെ പോയത്. ഈ 14 പ്രാവശ്യം അവരെ കുടിയൊഴിപ്പിക്കാൻ പോയപ്പോൾ എന്ത് ചെയ്തു ഇവരെല്ലാം? നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയിൽ സുപ്രീം കോടതിയുടെ രൂക്ഷ വിമർശനം. വീഴ്ചയിൽ നിന്നും പാഠം പഠിച്ചില്ലെന്ന് ജസ്റ്റിസ് നരസിംഹ അധ്യക്ഷനായ ബെഞ്ച് നിരീക്ഷിച്ചു. കേന്ദ്ര സർക്കാർ ഉൾപ്പെടെ കക്ഷികൾക്ക് നോട്ടീസ് അയച്ച കോടതി എൻഡിഎയോട് വിശദമായ സത്യവാങ്മൂലം സമർപ്പിക്കാൻ ആവശ്യപ്പെട്ടു. അതേസമയം ചോദ്യപേപ്പർ ചോർന്നത് എൻഡിഎയ്ക്കുള്ളിൽ നിന്നാണെന്ന സിബിഐയുടെ കണ്ടെത്തൽ വിദ്യാഭ്യാസ മന്ത്രാലയം ശരിവച്ചു. ചോദ്യപേപ്പർ ചോർച്ച ഉൾപ്പെടെ നീറ്റ് പരീക്ഷാ ക്രമക്കേടുകളിൽ രൂക്ഷ വിമർശനമാണ് സുപ്രീം കോടതി ഉന്നയിച്ചത്. നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി പിരിച്ചുവിട്ട് പുതിയ മേൽനോട്ട സമിതി രൂപീകരിക്കണമെന്നാവശ്യപ്പെട്ടുള്ള ഹർജി പരിഗണിച്ച കോടതി വീഴ്ചകളിൽ നിന്നും ഒരു പാഠവും പഠിച്ചിട്ടില്ലേ എന്ന ചോദ്യം ഉന്നയിച്ചു. തുടർച്ചയായി ക്രമക്കേടുകൾ നടക്കുന്നത് ദുഃഖകരമാണെന്നും ജസ്റ്റിസ് നരസിംഹ അധ്യക്ഷനായ ബെഞ്ച് വ്യക്തമാക്കി. നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയോട് വിശദീകരണം ആവശ്യപ്പെട്ട കോടതി കേന്ദ്ര സർക്കാർ ഉൾപ്പെടെ മുഴുവൻ കക്ഷികൾക്കും നോട്ടീസ് അയച്ചു. നേരത്തെ ശുപാർശകൾ നൽകിയ ഉന്നതാധികാര സമിതിയോടും റിപ്പോർട്ട് നൽകാൻ ആവശ്യപ്പെട്ടു. ചോദ്യപേപ്പർ ചോർച്ചയിൽ കോടതിയുടെ മേൽനോട്ടത്തിൽ അന്വേഷണം വേണമെന്നും ഹർജിയിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. കേസ് വെള്ളിയാഴ്ച വീണ്ടും പരിഗണിക്കും. നീറ്റ് പുനഃപരീക്ഷ ജൂൺ 21 നടക്കാനിരിക്കെ നിരീക്ഷണ സംവിധാനവും പതിവ് ഓഡിറ്റുകളും ശക്തമാക്കി. ടെലിഗ്രാം ഉൾപ്പെടെ സമൂഹ മാധ്യമങ്ങളിലെ നിരീക്ഷണവും തുടരുന്നുണ്ട്. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ നേതൃത്വത്തിൽ തുടർച്ചയായി ഉന്നതതല യോഗം ചേർന്ന് ക്രമീകരണങ്ങൾ വിലയിരുത്തുന്നുണ്ട്. അതേസമയം ചോദ്യപേപ്പർ ചോർന്നത് എൻടിഎയ്ക്കുള്ളിൽ നിന്നാണെന്ന സിബിഐ കണ്ടെത്തലുകൾ ശരിവെക്കുന്നതാണ് വിദ്യാഭ്യാസ മന്ത്രാലയത്തിന്റെ റിപ്പോർട്ട്. അമൃത ന്യൂസ്, ന്യൂഡൽഹി. CBSE +2 പുനർമൂല്യനിർണ്ണയത്തിന് ഉത്തരക്കടലാസിന്റെ പകർപ്പിന് അപേക്ഷ നൽകാൻ ഇന്ന് രാത്രി വരെ സമയം. വെബ്സൈറ്റിലെ സാങ്കേതിക തകരാർ തുടരുന്നതിനാൽ അപേക്ഷാ തീയതി നീട്ടണമെന്ന് വിദ്യാർത്ഥികൾ ആവശ്യപ്പെട്ടു. വിഷയത്തിൽ CBSE വിദ്യാഭ്യാസ മന്ത്രാലയത്തിന് ഉടൻ റിപ്പോർട്ട് സമർപ്പിക്കും. സാങ്കേതിക പിഴവ്, വിദ്യാർത്ഥികൾ നേരിടുന്ന ബുദ്ധിമുട്ടുകൾ സംബന്ധിച്ച് വിശദമായ റിപ്പോർട്ട് നൽകാൻ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ ആവശ്യപ്പെട്ടിരുന്നു. വെബ്സൈറ്റിലെ തകരാറ് കാരണം ഈടാക്കിയ അധിക ഫീസ് തിരിച്ചു നൽകുമെന്നും സാങ്കേതിക തകരാർ ഉടൻ പരിഹരിക്കുമെന്നും CBSE അറിയിച്ചു. അമ്മയിലെ വിവാദ സ്പോൺസർഷിപ്പിൽ പ്രധാന സ്പോൺസറായ വെണ്ണല മഹാദേവ ക്ഷേത്രം നൽകിയത് 75 ലക്ഷം രൂപയെന്ന് വിവരം. ആദ്യ ഗഡുവായി 30 ലക്ഷം അമ്മയുടെ അക്കൗണ്ടിലേക്ക് കൈമാറി. ബാക്കി തുക കൈമാറിയത് കുടുംബസംഗമത്തിന് ശേഷമാണ്. സ്പോൺസർഷിപ്പിൽ ഒപ്പുവെച്ചത് കുക്കു പരമേശ്വരനും ദല്ലാൾ നന്ദകുമാറുമാണ്. സ്പോൺസർഷിപ്പിലെ അൻസിബ എതിർത്തുവെന്നാണ് വിവരങ്ങൾ പുറത്തുവരുന്നത്. കുടുംബമേളയിൽ ഒരു ക്ഷേത്രം സ്പോൺസർഷിപ്പിനായി കൊണ്ടുവന്ന സംഭവമാണ് സംഘടനയ്ക്കുള്ളിൽ അഭിപ്രായ ഭിന്നതയ്ക്കും പിന്നീട് വലിയ തർക്കങ്ങൾക്കും കാരണമായതെന്ന് മാലാ പാർവതി കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. ക്ഷേത്ര സ്പോൺസർഷിപ്പ് വേണമെന്നൊരു വിഭാഗവും അതിനെ എതിർത്ത മറ്റൊരു വിഭാഗവും ഉണ്ടായിരുന്നുവെന്നും അവിടെ നിന്നാണ് സംഘടനയിലെ പ്രശ്നങ്ങൾ ആരംഭിച്ചതെന്നും പ്രതികരണങ്ങൾ വന്നിരുന്നു. രത്തൻ കേൽക്കറുടെ നിയമന വിവാദത്തിൽ മറുപടി നൽകി മുഖ്യമന്ത്രി. രത്തൻ കേൽക്കർ നല്ല ട്രാക്ക് റെക്കോർഡുള്ള ഉദ്യോഗസ്ഥനെന്നും അദ്ദേഹത്തെ തന്റെ സെക്രട്ടറിയായി നിയമിച്ചതിൽ എന്താണ് അപാകതയെന്നും മുഖ്യമന്ത്രി ചോദിച്ചു. IAS ഉദ്യോഗസ്ഥരുടെ നിയമനത്തിൽ ഇപ്പോൾ നടന്നത് താൽക്കാലിക മാറ്റം മാത്രമെന്നും മന്ത്രിമാരുടെ അഭിപ്രായം പരിഗണിച്ചുള്ള നിയമനങ്ങൾ ഉടൻ നടപ്പിലാക്കുമെന്നും മുഖ്യമന്ത്രി വിശദീകരിച്ചു. അതേസമയം ഗുരുവായൂരുമായി ബന്ധപ്പെട്ട് പ്രചരിക്കുന്നത് തെറ്റായ വാർത്തയെന്നും ആരുടെയും ദർശനം തടഞ്ഞിട്ടില്ല എന്നും താൻ 1000 രൂപ ടിക്കറ്റ് എടുത്താണ് ദർശനം നടത്തിയതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറായിരുന്ന രത്തൻ കേൽക്കറെ മുഖ്യമന്ത്രിയുടെ സെക്രട്ടറിയായി നിയമിച്ചത് ഏറെ വിവാദമുണ്ടാക്കിയിരുന്നു. നിയമനം ചോദ്യം ചെയ്ത് CPM-ഉം
പരിഹസിച്ച് BJPയും രംഗത്ത് വന്നിരുന്നു. വിമർശനം വ്യാപകമാകുമ്പോഴാണ് പ്രതികരണവുമായി മുഖ്യമന്ത്രി രംഗത്ത് വരുന്നത്. മികച്ച ട്രാക്ക് റെക്കോർഡുള്ള എഫിഷ്യന്റായ ഉദ്യോഗസ്ഥനാണ് രത്തൻ ഗെൽഖർ. കഴിഞ്ഞ സർക്കാർ തന്നെയാണ് അദ്ദേഹത്തെ നിയമിച്ചത്. തന്റെ സെക്രട്ടറിയായി നിയമിച്ചതിൽ എന്താണ് തെറ്റെന്നും മുഖ്യമന്ത്രി ചോദിച്ചു. അതേ എഫിഷ്യന്റ് ആയിട്ടുള്ള ഒരു ഓഫീസറാണ്, അതുകൊണ്ടാണ് ഞാൻ എൻ്റെ ഓഫീസിൽ വെച്ചത്. അദ്ദേഹം നല്ല ട്രാക്ക് റെക്കോർഡുള്ള വിവിധ വകുപ്പുകൾ അദ്ദേഹം മുഖ്യമന്ത്രിയുടെ കീഴിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. അന്നത്തെ മുഖ്യമന്ത്രിയുടെ കീഴിൽ അല്ലേ, സെക്രട്ടറി IT ആയിട്ടുണ്ട്, സെക്രട്ടറി എൻവയോൺമെൻറ്റ് ആയിട്ടുണ്ട്, സെക്രട്ടറി പ്ലാനിങ് ആൻഡ് എക്കണോമിക് അഫയേഴ്സ് ആയിട്ട് മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയൻ്റെ കീഴിൽ അദ്ദേഹത്തിൻ്റെ വകുപ്പിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. സെക്രട്ടറി ടാക്സസ് ആയിട്ടും GST കമ്മീഷണറായിട്ടും അന്നത്തെ ധനകാര്യമന്ത്രിയുടെ കീഴിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. ആ എക്സ്പീരിയൻസ് കൂടി വേണ്ടേ? ഞാൻ ധനകാര്യ വകുപ്പ് കൂടി കൈകാര്യം ചെയ്യുമല്ലേ. IAS ഉദ്യോഗസ്ഥരുടെ നിയമനത്തിൽ മന്ത്രിമാരോട് അഭിപ്രായം ചോദിച്ചില്ല എന്ന വിമർശനത്തിലും മുഖ്യമന്ത്രി വ്യക്തത വരുത്തി. ഇപ്പോൾ നിയമിച്ചത് താൽക്കാലികം മാത്രമാണ്. വകുപ്പുകൾ തരംതിരിക്കുകയാണെന്നും മന്ത്രിമാരെ കൂടി പരിഗണിച്ചുള്ള നിയമനങ്ങൾ ഉടൻ ഉണ്ടാകുമെന്നും പറഞ്ഞു. സസ്പെൻഷനിൽ കഴിയുന്ന IAS ഉദ്യോഗസ്ഥരായ B അശോകിനെയും N പ്രശാന്തിനെയും തിരിച്ചെടുക്കുന്ന കാര്യം ചർച്ചയിലാണ്. അതേസമയം ഗുരുവായൂർ ദർശനവുമായി ബന്ധപ്പെട്ട് പ്രചരിക്കുന്ന വാർത്തകൾ കള്ളമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ഓരോ മന്ത്രിമാർക്ക് ഇപ്പം 3-4 സെക്രട്ടറിമാരുണ്ട്. എൻ്റെ വകുപ്പുകൾ തന്നെ ഏകദേശം 8-9 സെക്രട്ടറിമാരുണ്ട്. അങ്ങനെ ഭരിക്കാൻ പറ്റില്ല. അപ്പോൾ ഞങ്ങൾ ഈ വകുപ്പുകൾ റാഷണലൈസ് ചെയ്തുകൊണ്ടിരിക്കുക. വകുപ്പുകൾ റാഷണലൈസ് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ ഓരോ വകുപ്പ് എടുത്ത് ഓരോ മന്ത്രിമാരുടെയും വകുപ്പ് എടുത്തു കഴിഞ്ഞാൽ അറിയാം അവിടെ ചിലപ്പോൾ 3-4 സെക്രട്ടറിമാരാണ്. ഉദ്യോഗസ്ഥന്മാരുടെ ക്ഷാമമുണ്ട് കേരളത്തിൽ IASകാരുടെ ക്ഷാമമുണ്ട്. അതുകൊണ്ട് അത് സൂക്ഷ്മമായി പരിശോധിച്ച് മന്ത്രിമാരെയും കൂടി അഭിപ്രായങ്ങൾ, അതാത് വകുപ്പുകളുടെ കൂടി അഭിപ്രായങ്ങൾ കൂടെ പരിഗണിച്ചിട്ടുള്ളൊരു ഡിപ്ലോയ്മെൻറ്റാണ് ഉണ്ടാകുന്നത്. ഇപ്പോൾ നടത്തിയിരിക്കുന്നത് അഡ്മിനിസ്ട്രേറ്റീവ് ആയിട്ടുള്ളൊരു ടെമ്പററി ആയിട്ടുള്ള ഒരു നടപടിക്രമമാണ് ചെയ്തിരിക്കുന്നത്. സ്ത്രീകളുടെ സൗജന്യ യാത്ര ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ മന്ത്രിസഭാ യോഗത്തിൽ ചർച്ചയായില്ല. ജൂൺ 15-ന് മുമ്പ് അക്കാര്യത്തിൽ വ്യക്തത വരുത്തുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. അമൃത ന്യൂസ്, തിരുവനന്തപുരം. കേരളത്തിൽ CPMന് കനത്ത തിരിച്ചടിയേറ്റതായി കേന്ദ്ര കമ്മിറ്റി വിലയിരുത്തിയെന്ന MA ബേബി തെരഞ്ഞെടുപ്പ് പരാജയം സംബന്ധിച്ച് പാർട്ടി ഘടകങ്ങളിൽ തുറന്ന ചർച്ച നടത്താനും ജൂലൈയിൽ പ്രത്യേക കേന്ദ്ര കമ്മിറ്റി യോഗം ചേരാനും തീരുമാനമായി. കേരളത്തിൽ BJP 3 സീറ്റുകൾ നേടി ശക്തി വർദ്ധിപ്പിച്ചതും യോഗം പരിശോധിച്ചു. കോൺഗ്രസിന്റെ പ്രവർത്തന രീതി പ്രതിപക്ഷ ഐക്യത്തെ ദുർബലപ്പെടുത്തുന്നതായും CPM വിമർശിച്ചു. വനിതാ സംവരണത്തെയല്ല രാഷ്ട്രീയ പ്രേരിത മണ്ഡല പുനർനിർണയത്തെയാണ് എതിർക്കുന്നതെന്നും നേതൃത്വം വ്യക്തമാക്കി. ഇന്ധനവില വർധനവ് സാധാരണക്കാരനെ ഗുരുതരമായി ബാധിക്കുന്നുവെന്നും കേന്ദ്ര കമ്മിറ്റി ചൂണ്ടിക്കാട്ടി. കേന്ദ്ര സർക്കാരിനോടുള്ള യുവാക്കളുടെ നിരാശയാണ് കോക്രോച്ച് ജനതാ പാർട്ടി. CJPയുടെ സമൂഹ മാധ്യമ അക്കൗണ്ടുകൾക്ക് നേരെയുള്ള നടപടി ജനാധിപത്യ വിരുദ്ധമാണെന്നും കേന്ദ്ര കമ്മിറ്റി വിലയിരുത്തുന്നു. Before that, there will be Politburo meeting to prepare the report for the special Central Committee meeting, and through this process, we hope we would be able to identify the reasons that led to the setbacks in Kerala and also the results that different states gave during the rise in the price of fuel. Those details are being given during a gap of 11 days. Huge enhancement of the price of diesel, petrol and so on. This is a major problem. Lives of the people are directly affected by the war and the problems in the Strait of Hormuz. Now the CJP, a new phenomenon, Cockroach Janata Party. There is widespread support from various sections within the country and outside to Cockroach Janata Party. This explains the kind of frustration and concern youth and students of our country. മലയാളം സർവകലാശാലയിലെ സർക്കുലർ പഠിച്ച ശേഷം തീരുമാനമെടുക്കുമെന്ന് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി റോജി എം ജോൺ. സർക്കാരിന്റെ ഭാഗത്തു നിന്നും അത്തരമൊരു നിർദ്ദേശം പോയിട്ടില്ല. വിദ്യാർത്ഥി രാഷ്ട്രീയത്തിന് പ്രവർത്തിക്കാൻ വേണ്ട എല്ലാ സാഹചര്യങ്ങളും സർവകലാശാലകളിൽ ഉണ്ടാകും. വിദ്യാർത്ഥി രാഷ്ട്രീയം വേണമെന്ന് തന്നെയാണ് നിലപാട്. പക്ഷേ പൊതുപരിപാടികൾ അലങ്കോലപ്പെടുത്തുന്നതോ തടസ്സപ്പെടുത്തുന്നതോ ആയ നടപടികൾ അംഗീകരിക്കില്ല എന്നും മന്ത്രി പറഞ്ഞു. സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് അങ്ങനെ ഒരു ഉത്തരവ് വന്നിട്ടില്ല. എന്തായാലും ഞങ്ങളൊക്കെ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെ കടന്നു വന്ന ആളുകളാണ്. വിദ്യാർത്ഥി രാഷ്ട്രീയം മോശമാണ് എന്ന അഭിപ്രായം ഞങ്ങൾക്ക് ആർക്കുമില്ല. മാത്രവുമല്ല, ഞങ്ങൾ UDFൻ്റെ പ്രകടന പത്രികയിൽ വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്, ക്യാമ്പസുകളിൽ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിന് ഒരു ഫോർമലായിട്ടുള്ള ഒരു സ്ട്രക്ചർ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സംവിധാനം UDF സർക്കാർ ചെയ്യുമെന്ന് UDFൻ്റെ മാനിഫെസ്റ്റോയിൽ തന്നെ പറഞ്ഞിരിക്കുന്നതാണ്. അപ്പോൾ അതനുസരിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ വഴിയെ വരും, തീർച്ചയായിട്ടും അത് വരും.
എന്നാൽ അതോടൊപ്പം തന്നെ നമുക്ക് ഒരു സർവകലാശാലയുടെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോൾ ഔദ്യോഗിക ചടങ്ങുകൾ ഒക്കെ ഏതെങ്കിലും തരത്തിൽ ആരെങ്കിലുമൊക്കെ അലങ്കോലപ്പെടുത്താൻ ശ്രമിക്കുന്നതിനോടൊന്നും നമ്മളതിനോട് യോജിക്കുന്നില്ല. പക്ഷേ വിദ്യാർത്ഥി രാഷ്ട്രീയം തീർച്ചയായിട്ടും നമുക്ക് അത് ക്യാമ്പസുകളിൽ CPI ജില്ലാ കൗൺസിൽ, ജില്ലാ എക്സിക്യൂട്ടീവ് എന്നിവയിൽ നിന്നും മുൻ സെക്രട്ടറി കെ ശിവരാമനെ ഒഴിവാക്കിയതിൽ ഇടുക്കി ജില്ലാ സെക്രട്ടറി കെ സലീംകുമാർ അറിയിച്ചു. പാർട്ടി അംഗമായി തുടരാം. പരസ്യ പ്രസ്താവനകൾ പാർട്ടിയെ പ്രതിരോധത്തിലാക്കി. കെ ശിവരാമൻ പാർട്ടിക്കുള്ളിൽ പറയാതെ വിമർശനങ്ങൾ പുറത്തു പറഞ്ഞുവെന്നും തിരഞ്ഞെടുപ്പിൽ നല്ല രീതിയിൽ പ്രവർത്തനം നടത്തിയില്ല എന്നും സലീംകുമാർ വിമർശിച്ചു. കെ ശിവരാമൻ പാർട്ടിക്ക് ഉള്ളിൽ പറയേണ്ടതായ കാര്യങ്ങൾ ദൃശ്യമാധ്യമങ്ങളുടെ മുമ്പിൽ പാർട്ടിയെയും മുന്നണിയെയും ദുർബലപ്പെടുത്തുന്ന തരത്തിൽ പ്രസ്താവന നടത്തിയത് തെറ്റായിപ്പോയി എന്നാണ് പാർട്ടി കമ്മിറ്റി വിലയിരുത്തിയിട്ടുള്ളത്. ദീർഘകാലം പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി ഇരുന്ന സഖാവ് ശിവരാമനെ പോലൊരാൾ പാർട്ടിക്കകത്ത് ചർച്ച ചെയ്യേണ്ട കാര്യങ്ങൾ പരസ്യമായി പറയാൻ പാടില്ല, പറഞ്ഞത് തെറ്റാണ്, അച്ചടക്ക ലംഘനമാണ്. മുൻ സർക്കാരിന്റെ കാലത്ത് പ്രസവ ശസ്ത്രക്രിയയിൽ കത്രിക വയറ്റിൽ കുടുങ്ങിയ കോഴിക്കോട് സ്വദേശി ഹർഷിനയ്ക്ക് ജോലി നൽകി കോൺഗ്രസ് സർക്കാർ. കോഴിക്കോട് മെഡിക്കൽ കോളേജിലാണ് ജോലി നൽകിയത്. അർഹമായ നഷ്ടപരിഹാരം നൽകുമെന്നും മന്ത്രി കെ മുരളീധരൻ പറഞ്ഞു. സെക്രട്ടേറിയറ്റിലെത്തിയ ഹർഷിനെയും സമരസമിതി പ്രവർത്തകരും മുഖ്യമന്ത്രിയെയും ആരോഗ്യമന്ത്രിയെയും കണ്ടിരുന്നു. മിനിസ്റ്ററെ കണ്ടിട്ട് നമ്മൾ ജോലിക്കുള്ള ഓർഡർ അടിച്ചു വെച്ചിട്ടുണ്ട്, അത് പോയി വാങ്ങിക്കോളാൻ പറഞ്ഞിട്ടുണ്ട്. നമ്മളിപ്പം തന്നെ പോയി അത് വാങ്ങിക്കുന്നതാണ്. നഷ്ടപരിഹാരം നമുക്ക് അർഹതപ്പെട്ട നഷ്ടപരിഹാരം എത്രയാണോ അത് തീർച്ചയായും നമുക്ക് നൽകുന്ന ഉറപ്പ് തന്നിട്ടുണ്ട് നമുക്ക് മുഖ്യമന്ത്രി. തെരുവിൽ കിടന്നപ്പം പോലും നമ്മൾ അവഗണിച്ച് വിട്ടിട്ട് രാഷ്ട്രീയ പ്രേരിത സമരം എന്നൊക്കെ ഇത്രയും വേദന തിന്ന ഒരു മനുഷ്യനെ അവഗണിച്ച് കളിയാക്കി വിട്ടവർക്കുള്ള ഒരു ഏറ്റവും വലിയ മറുപടി കൂടിയാണ് ഈ നിമിഷം ഇപ്പോൾ പുലർന്നിരിക്കുന്നത് എന്നുള്ളത്. കുന്നംകുളം കസ്റ്റഡി മർദ്ദനത്തിൽ അന്വേഷണ റിപ്പോർട്ട് ആവശ്യപ്പെട്ട ആഭ്യന്തര വകുപ്പ് കേസിന്റെ അന്വേഷണ പുരോഗതി റിപ്പോർട്ട് ഒരാഴ്ചയ്ക്കകം നൽകണമെന്നാണ് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല DGPയോട് ആവശ്യപ്പെട്ടത്. യൂത്ത് കോൺഗ്രസ് ചൊവ്വന്നൂർ മണ്ഡലം പ്രസിഡന്റായിരുന്ന VS സുജിത്തിനെ 2023 ഏപ്രിൽ 5 കസ്റ്റഡി മർദ്ദനം ഏറ്റത്. മുഖ്യമന്ത്രിയെയും കണ്ടു, ആഭ്യന്തരമന്ത്രിയെയും കണ്ടു. വളരെ പോസിറ്റീവായ തീരുമാനങ്ങളാണ് പറഞ്ഞത്. ആഭ്യന്തരമന്ത്രിയെ കണ്ടപ്പോൾ തന്നെ കേരള DGPയോട് അന്വേഷണത്തിന് റിപ്പോർട്ട് ഹാജരാക്കാനും അതിനുള്ള കർശനമായ നടപടിയെടുക്കാനുമാണ് ആവശ്യപ്പെട്ടത്. അതേപോലെ തന്നെ മുഖ്യമന്ത്രിയെയും കണ്ടു. മുഖ്യമന്ത്രിയും ഇതിൻ്റെ മുകളിൽ ശക്തമായ നടപടി ഉണ്ടാകുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പ് തന്നു. 3-3.5 കൊല്ലത്തെ വലിയൊരു നിയമ പോരാട്ടത്തിൻ്റെ വിജയപ്രതീക്ഷയിൽ വിജയത്തിൻ്റെ തുടക്കമായി തുടരുകയാണ്. 3.5 കൊല്ലത്തോളം LDF സർക്കാർ ഇത് കുഴിച്ചുമൂടിയ ഈ വിഷയം ഇത്രയും രീതിയിലേക്ക് ഒരു നടപടിയിലേക്കും ഇപ്പോൾ ബന്ധിയേറുകയാണ്. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയനെ വിമാനത്തിനുള്ളിൽ വെച്ച് ആക്രമിച്ചെന്ന കേസിൽ വ്യോമയാന വകുപ്പ് ഒഴിവാക്കി കുറ്റപത്രം സമർപ്പിച്ചു. തിരുവനന്തപുരം ജില്ലാ കോടതിയിലാണ് റിപ്പോർട്ട് നൽകിയത്. വകുപ്പ് തള്ളിക്കൊണ്ടുള്ള കേന്ദ്ര സർക്കാരിന്റെ സർട്ടിഫിക്കറ്റും കോടതിയിൽ നൽകി. കേസ് മജിസ്ട്രേറ്റ് കോടതിയിലേക്ക് മാറ്റാനുള്ള അപേക്ഷയും നൽകി. വലിയതുറ പോലീസാണ് അപേക്ഷ നൽകിയത്. ഏവിയേഷൻ വകുപ്പ് പിൻവലിച്ചതോടെ കേസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് ഫസ്റ്റ് ക്ലാസ് കോടതി 11 ഇനി പരിഗണിക്കുക. ഈ വർഷത്തെ ഹജ്ജ് കർമ്മങ്ങൾക്ക് തുടക്കമായി. ഇന്ത്യയിൽ നിന്നും ഇത്തവണ 1,75,000 തീർത്ഥാടകരാണ് ഹജ്ജ് നിർവഹിക്കാനായി രജിസ്റ്റർ ചെയ്തത്. തീർത്ഥാടകർക്ക് ആവശ്യമായ എല്ലാവിധ സഹായങ്ങളും സുരക്ഷയും ഉറപ്പാക്കാൻ വിവിധ സർക്കാർ മേഖലകളിൽ നിന്നുമുള്ള ഔദ്യോഗിക വളണ്ടിയർ സംഘം സജീവമായുണ്ട്. കൂടാതെ ഇത്തവണ പുരുഷ തുണയില്ലാതെ ഹജ്ജിനെത്തിയ 5,300 വനിതാ തീർത്ഥാടകർക്കായി നാട്ടിൽ നിന്നും എത്തിയ വനിതാ വളണ്ടിയർമാരുടെ പ്രത്യേക സേവനവും ലഭ്യമാക്കിയിട്ടുണ്ട്. തൃശൂർ നഗരത്തിൽ വിരണ്ടോടി വൻ നാശനഷ്ടം വരുത്തിയ ആനയ്ക്ക് എഴുന്നള്ളിപ്പിൽ വിലക്ക് ഏർപ്പെടുത്തി വനം വകുപ്പ്. 15 ദിവസത്തെ വിലക്കിന് ശേഷം 3 വെറ്റിനറി ഡോക്ടർമാർ ആനയെ പരിശോധിക്കും. തിരുവനന്തപുരം സ്വദേശി ശിവദത്തിൻ്റെതാണ് ശിവം ലക്ഷ്മി അയ്യപ്പൻ എന്ന ആന. കഴിഞ്ഞ ദിവസം തൃശൂരിൽ നഗരത്തിൽ വിരണ്ടോടി ആന വലിയ നാശനഷ്ടം വരുത്തിയിരുന്നു. കഴിഞ്ഞ ശനിയാഴ്ച തൃശൂർ ചെമ്പുക്കാവ് പ്രദേശത്താണ് ആന വിരണ്ടോടി നാശനഷ്ടം വരുത്തിയത്. 5 ഇരുചക്രവാഹനം, 2 കാറുകൾ, 5 വീടുകളുടെ മതിൽ, ഓട്ടോറിക്ഷ, ടൗൺ ഹാളിന്റെ മതിൽ എന്നിവയാണ് ആന നശിപ്പിച്ചത്. മണിക്കൂറുകളോളം ചേറൂർ പ്രദേശത്തെ ഭീതിയിലാഴ്ത്തിയ ആന പിന്നീട് ശാന്തനാവുകയായിരുന്നു. ആന വരുത്തിവെച്ച നാശനഷ്ടങ്ങളുടെ കണക്കെടുക്കുന്ന റിപ്പോർട്ട് റവന്യൂ വകുപ്പിന് കൈമാറും. നിലവിൽ ആനയുടമ നഷ്ടപരിഹാരം നൽകണമെന്നാണ് അറിയിപ്പ്.
നാശനഷ്ടം സംഭവിച്ചവരുടെ കണക്കെടുത്ത നഷ്ടപരിഹാരം ഉറപ്പാക്കുമെന്ന് കഴിഞ്ഞ ദിവസം സ്ഥലം സന്ദർശിച്ച മന്ത്രി OJ ജനീഷ് ഉറപ്പു നൽകിയിരുന്നു. ആന ഇടയാനുണ്ടായ സാഹചര്യവും പരിശോധിക്കും. നേരത്തെയും ഈ ആന ആക്രമണ സ്വഭാവം കാണിച്ചതായി പറയപ്പെടുന്നുണ്ട്. ആനയ്ക്ക് 15 ദിവസത്തെ വിലക്കേർപ്പെടുത്തിയിട്ടുണ്ട്. ശേഷം 3 വെറ്റിനറി ഡോക്ടർമാർ ആനയെ പരിശോധിക്കും. തിരുവനന്തപുരം സ്വദേശി ശിവദത്തിൻ്റെതാണ് വിരണ്ടോടിയ ശിവം ലക്ഷ്മി അയ്യപ്പൻ എന്ന ആന. അമൃത ന്യൂസ്, തൃശൂർ. തമിഴ്നാട്ടിൽ അണ്ണാ DMKയ്ക്ക് തിരിച്ചടി. 3 MLAമാർ രാജിവെച്ച് TVKയിൽ ചേർന്നു. AADMK വിമത വിഭാഗത്തിൽപ്പെട്ട S. ജയകുമാർ, മരതകം കുമാരവേൽ, P. സത്യഭാമ എന്നിവരാണ് രാജിവെച്ചത്. സ്പീക്കർ JCD പ്രഭാകർക്ക് 3 പേരും രാജിക്കത്ത് സമർപ്പിച്ചു. രാജിവെച്ച ശേഷം 3 പേരും മന്ത്രിയും TVK നേതാവുമായ ആദവ അർജുനയെ സന്ദർശിച്ചു. ഇതോടെ സഭയിലെ അണ്ണാ DMKയുടെ അംഗസംഖ്യ 44 കുറഞ്ഞു. ഫിഫ ലോകകപ്പ് ആരംഭിക്കാൻ ദിവസങ്ങൾ മാത്രം ശേഷിക്കെ ലയണൽ മെസ്സിക്ക് പരിക്ക്. US ഫുട്ബോൾ ലീഗായ MLS-ൽ ഫിലാഡൽഫിയ യൂണിയനെതിരായ മത്സരത്തിനിടയിലാണ് മെസ്സി പരിക്കിന്റെ ലക്ഷണങ്ങളുമായി കളം വിട്ടത്. മത്സരത്തിന്റെ 73-ാം മിനിറ്റിലാണ് സൂപ്പർ താരം കളം വിട്ടത്. ഇടത് തുടയിലെ പേശികൾക്ക് അസ്വസ്ഥത അനുഭവപ്പെട്ടതിനെ തുടർന്ന് താരം സ്വയം കളി നിർത്തുകയായിരുന്നു. ആരുടെയും സഹായമില്ലാതെ പതുക്കെ നടന്ന് താരം ഉടനെ തന്നെ ഡ്രസ്സിംഗ് റൂമിലേക്ക് മടങ്ങുകയും ചെയ്തു. ലോകകപ്പ് അടുത്തതിനാൽ ഈ സമയത്ത് മെസ്സിക്കുണ്ടായ പരിക്ക് അർജന്റീനയ്ക്ക് തിരിച്ചടിയാണ്. പൂർണ്ണ കായികക്ഷമത കൈവരിച്ചാൽ മാത്രമേ താൻ ലോകകപ്പിൽ കളിക്കൂ എന്ന് മെസ്സി മുൻപ് വ്യക്തമാക്കിയിരുന്നു. ജൂൺ 17-ന് അൾജീരിയക്കെതിരെയാണ് ആദ്യ മത്സരം.